മുരിങ്ങൻ്റെ ഇലയൊക്കെ ഞാൻ ഊരിയ തണ്ടാണ്. ഇല ഞാൻ താളിച്ചിട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഈ മുരിങ്ങൻ്റെ ഇല. അപ്പോൾ ആ ഇല മാത്രം എടുത്തിട്ടേ തണ്ട് ഇതുപോലെ ചെയ്യാം. എങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കണം. നന്ന ചെറുതാവണമെന്നില്ല. ഇത് കുറച്ചൊരു മൂത്ത തണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ശരിക്കും അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കത്തി മലത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാട്ടത് ഇതുപോലെ. അപ്പോഴാണിത് ശരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോൾ മുരിങ്ങ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ പോയിട്ടൊക്കെ എടുത്തുകൊണ്ടിരുമ്പോൾ എന്തായാലും ഈ തണ്ട് കളയണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു തണ്ടിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തണ്ട് നല്ലോണം വേവട്ടെ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയാണ് കുറച്ച് ഗോതമ്പപ്പൊടി എടുത്തുകാണ്ട് തരിച്ചിക്കണ്. എന്ത് ചെയ്യുക, നല്ലൊരു കുപ്പി ഗ്ലാസ്സിനോ അതല്ലെങ്കിൽ കപ്പിനോ ഏതാണ് നിങ്ങളൊരു പാത്രം എടുക്കുന്ന ചൈന ഇങ്ങോട്ട് ഒരു ഗ്ലാസ് ഇങ്ങോട്ട് അളന്നോളി. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഇത് നല്ലോണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കാണ്ടൊന്ന് അരിച്ചെടുക്കണം. എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതിന് വല്ല ഉമ്മയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും വിചാരിച്ചാണ്ടാണ്. എങ്ങനെയായാലും കുറച്ചെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കിയാണ് ഞാൻ ആദ്യം തന്നെ ഇതിക്ക് കുറച്ച് വെള്ളം പാരുണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരളവും കാര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കണം. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പം വെള്ളമൊക്കെ നിങ്ങൾ ഒരു കമ്മട്ട് അങ്ങനെ പാർന്നു നിർത്താൻ മതി കേട്ടോ. അപ്പം അതിന് പ്രത്യേകിച്ച് ഒരളവും കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഏതായാലും കൊണ്ടൊക്കെയാണ് ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം അളവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ വെള്ളം പാരിൻ്റെ കണക്കുകൾ തന്നെയാണ് പിടിച്ചെടുത്തോളി. എന്നാൽ പിന്നെ അളവും കാര്യമൊക്കെ കറക്റ്റിന് കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണ് ഞാൻ കുറച്ച് വെള്ളം പാർന്നുകാണ്ട് ആദ്യം തന്നെ ഈ ഒരു ഗോതമ്പപ്പൊടിൻ്റെ കട്ടൊക്കെ ഒന്നുകൂടെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഗോതമ്പപ്പൊടിയിൽ ഒരുപാട് വെള്ളമാണ് പാർന്നിട്ടാൽ ചിലപ്പോൾ മണിപ്പിടിച്ചാനൊക്കെ സാധ്യത ഉണ്ടാവുകയെ. അപ്പോൾ കുറച്ച് വെള്ളം പാർന്നൊന്നും ഇങ്ങനെ ഇട്ട് കൊയമ്പ് പോലെ ആക്കിയെടുത്താൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കാമല്ലോ വിചാരിച്ചാണ്. അപ്പോൾ ഏതായാലും കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും വെള്ളം പാർന്നു കേട്ടോ. അപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്ക്. അമ്മാതിരി പരിപാടിയൊന്നുമില്ല. എടുക്കുക, കലക്കുക, അരിക്കുക, അത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ചായ അരിച്ചെടുക്കണ ചായ അരിച്ചൂലേ, ആ അരിപ്പെടുത്തോളൂ വേണ്ടി. ഇനിയിപ്പോൾ ജ്യൂസ് അരിപ്പൊന്നും എടുക്കരുത് കേട്ടോ. കാരണം ഈ ഗോതമ്പ് പൊടിയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ചെറിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോന്നോട്ടെ അരിച്ചാണ്. അപ്പം നേരെ കൊണ്ടുപോയി നമ്മൾ ജ്യൂസ് അരിപ്പൊക്കെ എടുത്ത് അരിച്ചിരുന്നെങ്കിൽ അരി വെറുതെ ആയി എന്നല്ലാതെ അതിനൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചായ അരിച്ചിന് അരിപ്പ എടുത്തത്. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പിനെക്കാട്ടി നല്ലത് ഇതേമാതിരി ഈ അരിപ്പാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പായാലും കുറച്ചും കൂടിയൊക്കെ അതിന് പോവും. പിന്നെ ഇനിയിപ്പോൾ അരിച്ചോളണമെന്നൊന്നും ഇല്ല, എന്നാലും അരിച്ചു കണ്ടാകുമ്പോൾ ഒന്നും കൂടി ഒരു ഇത് കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. ഒരു 4-5 വട്ടാക്കിയാണ് ഇത് അരിച്ചിരിക്കണേ. അപ്പോൾ ഏതായാലും ഞാൻ ഇത് മിവനോട് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഞാൻ കുറച്ച് മാത്രം കാട്ടിത്തരാണ്. കുറേ ഞാൻ ക്യാമറ ഓഫാക്കി കണ്ടേ ഒഴിവാക്കി കേട്ടാ. നേരം കളയണ്ട അരിച്ചാണ്ടാണ്. അപ്പോളേ നമുക്ക് ഒഴിവുള്ള നേരത്തൊക്കെ ഇതേമാതിരി കുറച്ച് പലഹാരം നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വിരുന്നേര് വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള സമയത്തൊക്കെ നല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചാകുമ്പോൾ നമുക്ക് പിന്നെ ആണെങ്കിൽ ഇത് സാധാരണ ഒരു പലഹാരം നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. വലിയൊരു ചിലവില്ലാത്ത മാത്രമല്ല ഇതിൽ നമ്മൾ നല്ല രസം കൊടുക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് തോനെ ഉണ്ടാക്കി വെച്ചോളേണ്ടി. എന്താ വെച്ചാൽ ഈ കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുട്ടായിയൊക്കെ ചോദിക്കുന്ന സമയത്തൊക്കെ ഇതിന് ഓരോ കഷ്ണങ്ങൾ എടുത്തു കൊടുത്താൽ തന്നെ പിന്നെ ആണെങ്കിൽ ഇതൊരു കുറേ ദിവസത്തിന് കേടരൂല. എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ഇതാക്കി എടുക്കണോണ്ട് തന്നെ ഒരു നുരുമ്പും കേട് വരാനുള്ളൊരു സാധ്യതയില്ല. പിന്നെ നമുക്ക് ബേജാറുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അത് ഒന്ന് തണുത്തും കൂടി ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണ് നമുക്ക് ആ ഒരു മാവൊക്കെ റെഡിയായി ഇവിടെ റെഡി ആയിക്കണ്. ഇനി നോക്കിയാണ് ഞാനൊരു 2.5 അച്ച് ശർക്കര എടുത്തിട്ടാ. എത്രയെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 2.5 അച്ച് ശർക്കര ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഇനി നല്ല മധുരം വേണം ഇതിന്. ഇനിയിപ്പോൾ മധുരം കുറക്കണം എന്ന് ആഗ്രഹമുള്ളവർ കുറച്ചോളി. പിന്നെ പഞ്ചസാര വേണമെന്നെങ്കിൽ അങ്ങനെ ഇട്ടോളി കേട്ടോ. പക്ഷെ ശർക്കര ആകുമ്പോഴാണ് ഇതിനൊന്നും കൂടി രസം കൊടുക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയല്ലല്ലോ. നമ്മൾ എണ്ണ ഓയിലോ ഒന്നും കൂട്ടണമില്ല. പോരാത്തിന് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഞാൻ കൊണ്ടുപോയാണ് പഞ്ചസാര കുത്തി നിറക്കണ്ടല്ലോ. അപ്പോൾ ഏതായാലും കേട്ടോക്കെയാണ് ആ ചക്കര ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പാർന്നാണ് തീ വെച്ചിരിക്കുന്നത്. ഞാൻ അതവിടെ കിടന്നാണ് മെൽറ്റാവുകയെ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ
ഒരു ഒരു തേങ്ങന്റെ പകുതിയിലേറെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ്. അപ്പൊ വലിയൊരു മുറിയേനി. അപ്പൊ ആ ഒരു മുറി ലേശം കൂടി ചെറുകിയാണ്. അപ്പൊ തേങ്ങ ഒക്കെ നിങ്ങളെ കണക്കിനനുസരിച്ചാണ് എടുത്തത്. നമ്മളിതിന്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഇതന്നെ ഉള്ളു. പിന്നെ കാര്യമായിട്ട് ഒരു പണിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ, നല്ല രസം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കണം. അപ്പോഴാണ് നമ്മൾ സാധാരണ നമുക്കിപ്പോ ഒരു എന്ത് പലഹാരം വാങ്ങണമെങ്കിലും എന്തോ ഒരു വില. പക്ഷെ നമ്മളെ വീട്ടിൽ ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെന്ന് ആരറിയണില്ലേ. അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കാണി ആ തേങ്ങാപ്പാലൊക്കെ ഞാനൊരു ചട്ടിക്ക് ഒഴിച്ചിട്ടാ. അപ്പൊ നോൺ സ്റ്റിക്കിന്റെ പാത്രം നോക്കി എടുത്തോളി. എന്നാ പിന്നെ എന്താ പറയുക, ഇത് തീ വെച്ചുകാണ്ട് നമുക്ക് ഒരുപാട് എന്തൊക്കെ പണിയെടുക്കണം ഒക്കെ എടുക്കാൻ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റിൽ തിളക്കോളം ഇളക്കി കൊടുക്കണം എന്നല്ലാതെ പിന്നെ അയിമ കിടന്നാണ്ട് കെട്ടി മാറേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം എന്താ വെച്ചാല് നോൺ സ്റ്റിക്കിന്റെ പാത്രമായാൽ നമ്മൾ ഇതിങ്ങനെ കയ്യാക്കാതെ ഇളക്കൊന്നും വേണ്ട. ഇത് കുറച്ചു നേരം ഇതൊക്കെയാണ് ഇപ്പൊ കൊറേ താന്നില്ലേ. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ അടുത്തുനിന്ന് ഒന്ന് അനങ്ങാനോ പോകാനോ ഒന്നും പറ്റൂല. അപ്പൊ ഇതിന് പിന്നെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത് കുറച്ചൊന്നും ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നാരായിട്ട് ഞാൻ ചക്കര വെള്ളം പാർന്നു കൊടുത്തത്. ചക്കര നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ അരിച്ചിട്ടില്ലാന്നുണ്ടെ ചക്കരവാനിയിലേ കുറെ കരടും കുറുമ്പും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ വേണ്ടി. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ എന്താ വെച്ചാൽ നിങ്ങളെ പാത്രം വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചക്കര വെള്ളമൊക്കെ ഈ ഒരു നമ്മൾ തേങ്ങാപ്പാലും ഗോതമ്പിന്റെ ബാറ്ററും കൂടി ഒഴിച്ചില്ല, നേരത്തെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു പലഹാരമാണ്. എന്താ വെച്ചാല് നമ്മൾ ഈ കോഫി പൗഡർ ഉണ്ടല്ലോ, ബ്രൂവിന്റെ ആയാലും ഇനിയിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഈ കോഫി പൗഡർ കാപ്പിപ്പൊടിയേ അത് ലേശം ഏതായാലും ഒരു 1/2 ടീസ്പൂണിന്റെ താഴെ കണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നിങ്ങൾ മിക്സ് ചെയ്ത ഇതാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. കട്ട പിടിച്ചാനൊന്നും ഇടം വരുത്തരുത്. നല്ലോണം എല്ലായിടത്തും എത്തണ മാതിരിയാണ് ഇളക്കി കൊടുക്കുക. നമ്മളിത് തീമച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് ഇങ്ങനെ കുറുകി ആദ്യം തിളക്കോളം ചെറുതായിട്ട് നൽകുക, വേഗം തിളക്കും. എന്നിട്ട് പിന്നെ ഇത് ഇത്ര ആകണ വരെ നമുക്ക് എല്ലാ പണിയെടുക്കുക. പക്ഷെ ഇത്ര ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കുറച്ച് നേരം നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തില്ലേ, ഇനി ഇതിലേക്ക് നല്ല രസം കൊടുക്കുന്ന ഒരു മുതലാണ് ഏലക്കായിൻ്റെ പൊടി. അത് നിങ്ങളെ പെരിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് 2-3 ഏലക്കായ എടുത്തുകാണ്ടേ ഒന്നാണ്ട് അതിൻ്റെ ആ കുരു കുത്തി ചതിക്കാണ്ടാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചാണ്. അങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് കുറേ പൊടി കിട്ടും. പിന്നെ നേരെ മറിച്ച് നമ്മൾ ആ ഒരു 100 ഏലക്കായൊക്കെ കൊടുന്നാൽ ഒന്ന് വെയിലത്ത് വെച്ചാണ്ട് ആ ചൂടോടെ കുറച്ച് പഞ്ചാരയും കൂട്ടിയാണ്ടാണ് പൊടിച്ച് വെച്ചാൽ ഒരുപാട് പൊടി ഉണ്ടാവും ചെയ്യും. കുറേ കാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അപ്പം നല്ല ജീരകം വറുത്ത് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നല്ല ജീരകം പച്ച പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി ഇട്ടാലും മതി. ഏതായാലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും ഈ 3 കാര്യം ഇതിൽ നിങ്ങൾ ഒഴിവാക്കേ ചെയ്യരുത്. ഈ 3 പൊടി നിങ്ങൾക്ക് ഇടാൻ കഴിയൂല, നിങ്ങളിത് ഉണ്ടാക്കണ്ട. കാരണം അത്രക്കും രസമാണ് ഇതിങ്ങനെ 3 പൊടി ഇട്ടുണ്ടാക്കിയാൽ അതേ പറയാനുള്ളൂ. പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് പഞ്ചാരയും തേങ്ങാപ്പാലും ഈ പൊടികളൊക്കെ ഇട്ടുന്നതിനും കൂടിയിട്ട് നമുക്കിതൊരു നല്ലൊരു ഉഷാറായി കിട്ടണത്, മുഴുവനായി കിട്ടണതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്കിതൊരു ഉഷാറായിട്ട് കിട്ടുള്ളൂ. അപ്പം കൊണ്ട് നോക്കിയാൽ ഇതിൻ്റെ അരൊക്കെ വിട്ട് വരലൊടുങ്ങി. എന്തോ ഒരു എളുപ്പം നോക്കി, നല്ല എളുപ്പത്തിലാണ്. അപ്പോൾ ഒരു നമ്മൾ പൊടി കലക്കണം നേരത്തെ ഒരു 1 ഗ്ലാസ് ഇതുകൊണ്ട് പൊടി കലക്കി 1-1.5 ഗ്ലാസ് കൊണ്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞെടുക്കൽ കഴിഞ്ഞ് തേങ്ങയിൽ വെള്ളം പറഞ്ഞ് അരക്കണ കാര്യമായിട്ട് പറഞ്ഞ അങ്ങനെ തേങ്ങാപ്പാലും പിഴിഞ്ഞെടുത്തപ്പോൾ ഏകദേശം ഒരു പിന്നെ ശർക്കര വെള്ളവും എല്ലാം കൂടി ഒരു 3-3.5 ഗ്ലാസ് ഏകദേശം ഒരു 4 ഗ്ലാസോളം ഉണ്ടായാൽ തന്നെ നമുക്കിത് ഇതിക്കുള്ള വെള്ളം കറക്റ്റ് ആവട്ടോ. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പാർന്ന് ഒക്കെ ചെയ്തോളേണ്ടി. എന്നിട്ട് എന്താ ചെയ്യുക, പിന്നെ ഇപ്പം നമ്മളിങ്ങനെ കുറുക്കിയെടുത്താൽ തന്നെ റെഡിയായി കിട്ടും. പിന്നെ വെള്ളം ഏറി വിചാരിച്ച് വെച്ചാൽ പിന്നെ വെള്ളം ഏറിയ കുറച്ചൊരും കൂടി ഏറെ നേരം കത്തിച്ചിളക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുപോയിക്കാണി നല്ലോണം ഇതിത്തെ എണ്ണൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്നേ. ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ പാർന്നില്ലേ, അപ്പൊ തേങ്ങ നല്ല വളഞ്ഞതേന്. അപ്പൊ വിളഞ്ഞ തേങ്ങ ഇതുപോലെ ഇങ്ങനെ വരണ്ട് ഇങ്ങനെ വറ്റി വരുമ്പം അതിലായ എണ്ണ ഇങ്ങനെ കിരിഞ്ഞു വരിക.
അതുകൊണ്ട് തന്നെ നമുക്ക് ഓയില്, വെളിച്ചെണ്ണ, പിന്നെ അതേപോലെ തന്നെ നെയ്യ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്രയോ ഇപ്പൊ എനിക്കൊക്കെ ഉള്ള കുഴപ്പം എന്താ വെച്ചാല് ഈ പശുവിന് നെയ്യ് ഉണ്ടല്ലോ, മിൽമ നെയ്യ്, അതൊക്കെ ഇതിക്ക് പാർന്നാല് വേറൊരു നല്ലതാണ് കാര്യം ചിലർക്ക്, പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇനി ഓയിലാട്ടെ, വെളിച്ചെണ്ണ ആട്ടെ, അതാണെങ്കിൽ നമ്മളിപ്പോൾ പീടിന്നൊക്കെ വാങ്ങിയതല്ല, അതും ഇത്ര ഇത് കിട്ടൂല. പക്ഷെ നമ്മളെ തേങ്ങ വെന്ത വെളിച്ചെണ്ണ അതൊരു ഗമ വേറെ തന്നെയാണ്. അതാണ് ഇതിൽ ഇങ്ങനെ വന്നത്. അപ്പൊ തേങ്ങാപ്പാൽ വെച്ചുകാണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേമാതിരി കിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓയിലോ നെയ്യ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഏതായാലും കൊണ്ട് വെക്കുകയാണ്. ഇനി നമുക്കേ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കട്ടാ. അപ്പൊ സെറ്റാക്കാൻ വേണ്ടി വെക്കണം ഞാൻ അതേമാതിരി ഒരു പാത്രമാണ്. അപ്പൊ അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിച്ചിക്കാണ്ട് ഒന്ന് എല്ലായിടത്തും ഇളക്കി കൊടുത്താണ്ടേ, പിന്നെ ഇപ്പൊ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്താണ്. അണ്ടിപ്പരിപ്പ് ഞാൻ ഇത് ചെയ്തിട്ടൊന്നുമില്ല, ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നല്ല രസമല്ല ഇതൊക്കെ ഇങ്ങനെ ചൊറുക്കാക്കി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളിട്ടാ, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാളി. ഇനിയിപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വെന്തിട്ടില്ല എന്നുള്ള വേജാറുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് ഒരു തുള്ളി നെയ്യോ അത്തി പാർന്നാണ്ട് ഒന്ന് ഇതാക്കി എടുത്താൽ വേണ്ടി. പക്ഷെ നമ്മളിത് തിന്നുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ പച്ചക്ക് തിന്നണം, അപ്പോഴേ നമുക്ക് ഇതിന് ഫലമുള്ളൂ. ഏതായാലും കൊണ്ട് നോക്കിയാണ് അണ്ടിപ്പരിപ്പ് എങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ഏതിലും നിങ്ങൾക്ക് വെക്കട്ടോ. കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കുണ്ടപാത്രം ഉണ്ടെങ്കിൽ അത്, ചായപാത്രം അല്ലെങ്കിൽ വല്ല തട്ടാത്രം ഉണ്ടല്ലോ, കുട്ടികൾ ചോറുണ്ടാണ് സ്കൂൾക്കൊക്കെ, അത് ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടാ. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു പാത്രം എടുത്തുക്കണമെന്നേ ഉള്ളൂ, ഇതിപ്പോൾ എല്ലാവരും അടുത്തൊന്നും ഉണ്ടാവൂല. അപ്പോൾ നോക്കിയാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് കറുത്തുള്ളും വെളുത്തുള്ളും അവ കൂടി ഇട്ടെടുത്തേണ്. ഒക്കെ നല്ലൊരു ചൊറുക്കിനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളിത് ഇങ്ങനെ വരട്ടിയെടുക്കണ നേരത്തെ വേണമെങ്കിൽ ലേശം അണ്ടിപ്പരിപ്പൊക്കെ വേവിച്ചാണ് ഇട്ടെടുത്താലേണ്ടി. നേരെ നമുക്കിത് കഴിഞ്ഞിട്ട് ഇതിക്കാൻ ഇട്ടെടുത്താൽ മതി. നോക്കണേ ചട്ടിന്നൊക്കെ ചാടണ്, ചട്ടിയിലൊന്നും ഒട്ടി പിടിച്ച ഒന്നും ആയിട്ടില്ല. നമ്മളെ ഹൽവ നല്ല സൂപ്പറായിട്ട് നല്ലൊരു മണം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും പിന്നെ കാപ്പിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടേക്കും. കാപ്പിപ്പൊടി ഇട്ടാലേ നമുക്ക് നല്ലൊരു എന്താ പറയാനറിയാത്തൊരു രസമാണ് കിട്ടുക. അത് ചോദിച്ചാൽ കാപ്പിപ്പൊടി ഏറരുത് കേട്ടോ, ഒരുപാടാണ്ട് ഇടരുത്. ഒരു ഗ്ലാസ് കൊണ്ടൊക്കെ വെച്ച് ഈ ഒരു കണക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ കാപ്പിപ്പൊടി അത് നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന രസമല്ല ഇതിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് ഈ ഒരു തണ്ടിൻ്റെ സത്തും ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ചൂടോട് കൂടിയൊക്കെയാണ് ഞാൻ അത് അരിച്ചെടുക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ആണ്. കുറച്ച് തണുത്തിട്ടൊക്കെ നിങ്ങൾ അരിച്ചെടുത്താൽ മതിയാവും. എന്നിട്ടിത് തണുത്തതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിലൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വളരാത്ത മുടിയും സമൃദ്ധമായിട്ട് വളരാനും മുടിയിൽ ഉണ്ടാകുന്ന ചാതളങ്ങ അതുപോലെ തന്നെ പേൻ ശല്യമൊക്കെ മാറാനും ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്താൽ മതിയാവും കേട്ടോ. നല്ലോണം സ്പ്രേ ചെയ്യുക, സ്കാൽപ്പിലും പൊടിയിലൊക്കെ സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ട്, ഡെറ്റോളും കുറച്ച് സാബുവിൻ്റെ പൊടി ഉണ്ടല്ലോ, സർഫും പൊടി എന്നാണ് നമ്മളെ നാട്ടിൽ പറയുക, ഡിറ്റർജൻറ്റ്, അതും ലേശം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് സിങ്കിലൊക്കെ ഈ മീനൊക്കെ ആയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ മീനൊക്കെ ആയ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ അവിടെ ഒരു സ്മെല്ലായിരിക്കും, ഒരു ബാഡ് സ്മെല്ല്. അതിനൊക്കെ പോകാനും ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുക. അതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പിന്നെ ആ ഒരു വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ റൂമിനൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് തളിച്ചിട്ട് സ്പ്രേ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ രോഗികളെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിഞ്ഞ് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മീനൊക്കെ മുറിച്ച് കൈയുണ്ടെങ്കിൽ കൈയിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിന് ഇത്തിരി എടുത്തിട്ട് ഉപയോഗിക്കട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറുള്ള ഹൽവനെ നമുക്ക് കിട്ടിയിട്ടോ. കേക്ക് പാത്രത്തിൽ അല്ല ടിന്നിന്ന് വിട്ടിട്ടായി ഒന്നുമില്ല, വേങ്ങോട്ട് ചാടും. ഇങ്ങോട്ടൊക്കെയാണ് കൈമലൊക്കെ എണ്ണ, ഈ എണ്ണ നല്ല രസമാണ്. അപ്പം ഇനി ഏത് രീതിയിലും നിങ്ങൾ മുറിച്ചോളി, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കട്ടാ. ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടി വരും. അപ്പോഴാണെങ്കിലോ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് പലഹാരം തന്നെ വാങ്ങി കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പം അങ്ങനത്തെ നേരത്തൊക്കെ ഇതൊന്നും ഉണ്ടാക്കി വെക്കേണ്ടിട്ടാ.
പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനാണ്ട് ഉണ്ടാക്കി കോളിയുണ്ട്. ഇനിയിപ്പോൾ ഇത് പിശുക്കി ഒന്നും ഉണ്ടാക്കണ്ട. കുറച്ച് വലിപ്പമുള്ള ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലാണ്ട് ഉണ്ടാക്കി കോളി. എന്നാ പിന്നെ നിങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് തിന്നും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം തോന്നുമ്പോഴൊക്കെ തിന്നും ചെയ്യാം. പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങളിത് ഈ ഒരു വീഡിയോ, ഈ ഒരു പലഹാരം ഇത് നിങ്ങൾ വിചാരിച്ച മാതിരിയൊന്നല്ല. ഇത് വല്ലാത്ത രസമുണ്ട്. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ നിങ്ങൾ വിചാരിച്ചത് കാണാൻ ചൊറുക്കൊണ്ട് തിന്നാൻ രസമുണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ തീറ്റിച്ച് കാട്ടിത്തരാൻ എനിക്ക് പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കും വേണം. പിന്നെ നിങ്ങളിത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ നിങ്ങളെ ഫോൺ എടുക്കുമ്പോൾ കുറെ ഗ്രൂപ്പ് കാണുമല്ലോ, അതിൽക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റും തോന്നണീക്കൊക്കെ. എല്ലാത്തിക്കും ഇപ്പൊ നമുക്ക് ഇതേമാതിരി അയച്ചു കൊടുക്കാനൊന്നും പറ്റൂല. അപ്പൊ പറ്റും തോന്നണീക്കൊക്കെ നിങ്ങൾ വിട്ടുപിടിക്കുക. കാരണം എല്ലാവർക്കും ഒന്ന് ഉപകാരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പിന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മറക്കുമല്ലോ. അപ്പൊ അങ്ങനെ മറന്നുകണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ലൈക്ക് ചെയ്യ്. പിന്നെ അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ കുറേ ആൾക്കാരുണ്ടാവും കാണുന്നത് ചെയ്യണം വിചാരിച്ചുകൊണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലിട്ടോ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.